രേണുസുതി ലേറ്റസ്റ്റായിട്ട് മീഡിയ കണ്ട സമയത്ത് ഓൺലൈൻ മീഡിയാസൊക്കെ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കിച്ചുവിനെ പറ്റിയും കിച്ചു പറഞ്ഞ കാര്യങ്ങളെ പറ്റിയും. അതിനെല്ലാം മറുപടിയായിട്ട് രേണു ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തൊട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കിച്ചുവിനെ കാണുമ്പോൾ കിച്ചു വളരെ കുട്ടിയാണ്, എനിക്കും വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ അമ്മയാവാനുള്ള പ്രായമായിട്ടില്ല, എന്നിട്ട് പോലും ഞാൻ കിച്ചുവിനെ എൻ്റെ മകനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അവന് ഇനി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കാര്യം രേണു പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം, വീഡിയോ ഇതുപോലെ കിച്ചു ഇട്ടതിന് ശേഷം കിച്ചുവിനെ വിളിച്ചോ എന്ന് ചോദിച്ച സമയത്ത് രേണു പറഞ്ഞ് ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിന് ആ ഒരു വീഡിയോ ഇടുന്നതിന് 2 ദിവസം മുമ്പ് വരെ സംസാരിച്ചതാണ്. അതിന് ശേഷമാണ് ഈ വീഡിയോ ഇട്ടത്. എന്നിട്ട് എനിക്ക് വിളിക്കണം എന്ന് ആ ഒരു സമയത്ത് തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്നുള്ളവരെല്ലാം അതിന് ശേഷം വിളിച്ചിട്ട് പോലും കിച്ചു ഫോൺ എടുത്തിട്ടില്ല. അപ്പം കിച്ചു ഇപ്പോൾ ഏത് മൈൻഡ് സെറ്റിലാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു രേണുവിൻ്റെ സഹോദരിയുടെയും ഭർത്താവിൻ്റെ എല്ലാം കാര്യം ഈ ഒരു ശ്രുതി തന്നെയാണ് നോക്കിയെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു രേണു പറയുന്നുണ്ടായിരുന്നു അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് ഇപ്പം ഋതപ്പനോ അല്ലെങ്കിൽ കിച്ചുവിനൊക്കെ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് അവരെ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അത് സാധാരണ ഒരു കാര്യമാണ്. പിന്നെ രേണു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത് കണക്ക് ശ്രുതിക്ക് വയ്യാതായിരുന്ന സമയത്തൊക്കെ എൻ്റെ സഹോദരിയുടെ ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ ശ്രുതി ചേട്ടനെ നോക്കിയിട്ടുണ്ട്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്, അതിൽ കണക്കോ കാര്യങ്ങളൊന്നും ആരും അങ്ങനെ പറയില്ല. ശ്രുതി ചേട്ടൻ ഇന്നേ വരെ അത് പറഞ്ഞിട്ടുമില്ല എന്നുള്ളൊരു കാര്യം കൂടി രേണു പറയുന്നുണ്ടായിരുന്നു.